ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലത്തി വ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളൊരു അടിപൊളി ഒരു സ്പോട്ടിലാണുള്ളത്. ഈ ഒരു സ്പോട്ടിൽ വരാനുള്ള പ്രധാന കാരണം സലാഷിൻ്റെ എൻഗേജ്മെൻറ്റാണ്. എൻഗേജ്മെൻറ്റ് വീഡിയോ ആണ് ഇന്നത്തെ നമ്മളെ വ്ളോഗിലുള്ള. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട്. അപ്പോൾ നേരെ വീഡിയോ ചെയ്യും. ഓക്കെ, നമ്മളൊരു ജ്യൂസ് കുടിക്കട്ടോ. നമ്മളെ കൂടെ ചങ്കുണ്ട്, അതുണ്ട്. ഹായ്, അളിയനുണ്ട്. അളിയനുണ്ട്. ആ ജ്യൂസ് കുടിക്കട്ടെ. ഇതാണ് ഇവിടുത്തെ ഡൈനിങ് കേട്ടോ. അടിപൊളി ഒരു സ്പോട്ടാണ്. അതേപോലെ തന്നെ നല്ല ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സെറ്റ് ചെയ്ത ടീമാണ് ഈ ഇരിക്കുന്നത് കേട്ടോ. സലാശ് വന്നിട്ടുണ്ട്, കാണിച്ചു തരാം. മണവാളൻ എങ്ങനെ ഉണ്ട് എന്നുള്ളത് കാണാം. ഓക്കെ, അപ്പോൾ നമ്മളെ മണവാളൻ ഇതാ സുന്ദരക്കുട്ടപ്പനായി വന്നിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. അതോടെ ടെൻഷൻ ഉണ്ടോ? എൻഗേജ്മെൻ്റ് ആയതുകൊണ്ട് ടെൻഷൻ ഉണ്ടാവില്ല അല്ലേ? അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതാട്ടോ കോസ്റ്റ്യൂം, എങ്ങനെയുണ്ട്? സെറ്റല്ലേ? കമൻസ് ചെയ്യട്ടോ. മിന്നി തിളങ്ങുന്നുണ്ട്. വെള്ളം കുടിച്ച് വാ. മണവാളൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. മണവാട്ടി എത്തിയിട്ടില്ല കേട്ടോ. മണവാളൻ ആയി ഒന്നും മിണ്ടുന്നില്ല. സലാശ് നമ്മൾ ഒരുപാട് വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ സ്വന്തം പരിപാടി ആയപ്പോൾ ആൾക്ക് ഭയങ്കര നാണം, ഭയങ്കര പേടിയൊക്കെ കേട്ടോ. ഏതായാലും നമുക്ക് അങ്ങോട്ട് പോയേക്കാം. അവിടെ നല്ല വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. പോയേക്കാം. അത് വേണ്ട, എന്താണ് എടുക്കേണ്ടത് പറയും. മണവാളൻ ദാഹിച്ചു. മണവാളിൻ്റെ അസിസ്റ്റൻ്റാണിത്. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. ആ ഭാഗത്താണ് സ്റ്റേജ്, ഇരിക്കാനുള്ള സൗകര്യം എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട്, കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന നല്ലൊരു ആംബിയൻസാണ്. അടിപൊളിയാണ്. ഇവിടെ ലൈറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ അവിടെയൊക്കെ ഇരിക്കാൻ സൗകര്യം ഉണ്ട് കേട്ടോ. ഇപ്പോൾ മണവാട്ടി വന്നിട്ടുണ്ട്. മണവാട്ടീനെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ കുറേ ആൾക്കാരുണ്ട്. ഹായ്, ഹലോ. ഇവിടെ എല്ലാം ഇങ്ങനെ നിരന്നിരുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ നല്ലൊരു ആംബിയൻസിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ മണവാട്ടിന് ചുറ്റും മണവാട്ടീൻ്റെ തോഴിമാർ നിൽക്കുന്നുണ്ട്. ഇവിടെ നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. മണവാളൻ്റെ ആകെയുള്ളൊരു പെങ്ങള് ഇതാണ്. ഇത് പെങ്ങളെ മോള്. ഹലോ, വാഹനം കാണിക്ക്. അതാ, ഇത് മുത്തച്ചി ഉള്ളത്. ഇതാരാ? എനിക്ക് മനസ്സിലായിട്ടില്ല. ഉമ്മയുടെ ഇതാണ് മണവാട്ടി. ഹലോ മണവാട്ടി, ഹായ്. മണവാട്ടിക്ക് നാണായി. ഫോട്ടോ എടുക്കാൻ നിന്നപ്പോൾ മൊത്തത്തിലിവിടെ ഫാനുകൊണ്ട് കറക്റ്റ് ക്ലിയർ ആവുന്നില്ല. അപ്പോൾ ഫാനിൻ്റെ കാറ്റ്. ഇവിടെ നല്ല ആംബിയൻസാണ് കേട്ടോ. നല്ല രസമായിട്ടുണ്ട് ഇവിടുത്തെ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ. ഇത് സലാസിൻ്റെ കസിനാണ് കേട്ടോ. ഇതവിടെ കുറേ ആൾക്കാരുണ്ട്. മണവാട്ടിൻ്റെ ഫ്രണ്ട്സുകളാണെന്നാണ് തോന്നുന്നില്ലേ? അല്ലേ? ഇൻ്റെത് ഇതാണ്. സംഭവം മാറിപ്പോയി. ഞാൻ മാറി. ഞാൻ വിചാരിച്ചാൽ മെലിഞ്ഞു പോയി ഒന്ന്, ചെറുതായി ഒന്ന്. ഇതാണെന്ന്. ഇതാണ് കേട്ടോ പെങ്ങളെ കുട്ടി. ഇതാണ് അത് മറ്റേത് ആങ്ങളുടെ ആയിരുന്നു കേട്ടോ. എനിക്ക് മാറിപ്പോയി, ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. മാറിപ്പോയിക്കുന്നത് ഒരു പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഇതാണ് മണവാളൻ്റെ ആകെയുള്ളൊരു ഉമ്മ. സുന്ദരി ഇരിക്കുന്നു കേട്ടോ.
അടിപൊളിയായിരിക്കുന്നു. അതാണ് സെറ്റ്. പക്ഷെ നേരം വൈകി. അതെ, വെള്ളം കുടിച്ചോ? എന്താ പാട്, സുഖല്ലേ? അറ്റാ, ബൈ ബൈ, സീ യു, ബൈ. മണവാളിനിതാ എല്ലാവരും വെയിറ്റ് ചെയ്തിങ്ങനെ നിൽക്കുകയാണ്. എത്ര മണിക്കാണ് പരിപാടി? 6:30. ഞാൻ വരാനുള്ളത്. ഓക്കെ. വെള്ളം കുടിച്ചാ? ഹലോ കേസ്. വെള്ളം കുടിച്ചാ? ഹലോ, ഹായ്. അറിയോ? ഇവിടെ കണ്ടില്ല, നല്ല അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ. തൊട്ട ബാക്ക് ലൈനായിട്ടാണ് പുഴ ഉള്ളത്. അതേപോലെ തന്നെ ഇവിടെ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു സ്പോട്ട്. ഇവിടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഞാൻ കണ്ടു വീഡിയോഗ്രാഫർ വന്നപ്പോൾ എനിക്ക് നാണമായി. ഹായ്. എവിടെ? ഇവൻ്റെ ഉമ്മാൻ്റെ അടുത്തേക്ക് ഒന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഇവന് എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട്. പിന്നെ ഉമ്മച്ചിയാണിത്. ഉമ്മച്ചിയാ? ഹലോ. ഉമ്മച്ചിനെ ഞാൻ കണ്ട്. ഇത് സലാസിൻ്റെ അമ്മായി, മൂത്തമ്മല്ലേ? എലീമ. ആരാണ് നിങ്ങൾ? സലാസിൻ്റെ എലീമ. ഇവരെ വേറൊരാൾ മലേഷ്യയിലുണ്ട് കേട്ടോ, നമ്മളെ ചങ്ക് അല്ലേ. നല്ലൊരു അടിപൊളി ആംബിയൻസിൽ ഇതെല്ലാവരും വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് കഥ പറയുന്നു. ഇതാണ് എൻ്റെ ഭർത്താവെന്ന് എനിക്കറിയാം, ഭർത്താവിനെ. ഹായ്, അസ്സലാമു അലൈക്കും. എനിക്കറിയാം. വേണ്ട, തൊട്ട് ബാക്കിൽ തന്നെ പുഴയാണ്. നല്ല വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന നല്ല ആംബിയൻസ്. ഇതാണ് എൻ്റെ മോള് എന്ന് പറഞ്ഞത് ഇല്ലേ? നിങ്ങൾ മോളല്ലേ ഇത്? സോറി, പേരക്കുട്ടി. നാണായി. സലാഡ്, അച്ചാർ. എന്താ സാറേ? മുളകിൻ്റെ അച്ചാർ. ഇത് മണവാട്ടിൻ്റെ അനിയത്തിയാണത്. അനിയത്തിൻ്റെ ഫ്രണ്ട്സുകളാണിത്. അനിയത്തിയുടെ കസിൻസാണ് അല്ലേ? എന്താ പേര്? ശൈല. എന്താ പേര്? അവൾക്ക് നാണായി. എന്താ പേര്? അവൾക്കും ഞാണ് വന്നേ. അപ്പോൾ നമ്മൾ എൻഗേജ്മെൻറ്റിലുള്ള മിഠായി അതേപോലെ തന്നെ ബൊക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് മണവാള റെഡി ആയി നിൽക്കുന്നത്. ഹായ് മണവാള. ഹായ്. മണവാളൻ്റെ പെങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഓ സെറ്റ്. ഇതാ മുത്തച്ചി. ഹലോ, കാണിക്ക്. ഇതെന്താ കൊണ്ടുപോണ്? ഇതാണ് ഇതാണ് ഈ ലൈറ്റത്ത് പോവാം. ഇങ്ങോട്ട് തിരിച്ച് അവൾക്ക് നാണമായി. ഇതെന്താ ഡ്രസ്സാണോ? ഇത് ഡ്രസ്സാ? ഡ്രസ്സ്. ഇതെന്താണ്? ഇങ്ങോട്ടല്ലേ കാണുന്നില്ല. ഇതെന്താ? മൊബൈല്, അതേപോലെ തന്നെ പെർഫ്യൂം. ഇതെന്തോ? ഇതും ഡ്രസ്സില്ലേ? ഇതും ഡ്രസ്സ് ഇയാളാണ് കൊണ്ടുപോകുന്നത്. ഇതെന്താ? ചോക്ലേറ്റാ? വാവ്. അവിടെ കാണിച്ചു. ഓ, ഒരു താജ്മഹൽ ചോക്ലേറ്റ്. ഇങ്ങോട്ട് വരി. ഇതെന്താണ്? ബാഗ്, വാച്ച്. ഇതെന്തൊരു പെട്ടിയാണല്ലോ. മേക്കപ്പ് സെറ്റ്. ഇതെന്താ സാധനം? ചോക്ലേറ്റ് കാണുന്നില്ല. അടിപൊളിയാണല്ലോ. അപ്പോൾ ഇത്രയും സാധനമാണ് ഇവർ ഈ ഒരു എൻഗേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പെണ്ണിന് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും ഇത് എന്താ പറയുക, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ പാട്ടിടണം എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഞെല്ലൊന്ന് അറേഞ്ച് ചെയ്തിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ പോണ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഇതാ പുതിയ ആപ്പിളും ബാക്കിയുള്ളവരെല്ലാവരും കൂടി മിഠായി എടുക്കാനുള്ള സംഭവങ്ങളെല്ലാം റെഡി ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ പാട്ടിട്ടിട്ടുണ്ട് കേട്ടോ. പാട്ടിട്ടായതുകൊണ്ട് നമ്മൾ കുറച്ച് ഭാഗങ്ങളൊക്കെ മ്യൂട്ടാക്കുന്നുണ്ടാവും.
സല്ലുവിൻ്റെ വേണ്ടപ്പെട്ട കസിൻസുകളാണിത്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ വീഡിയോയിലൊക്കെ വൈറലായ മോനാണിത്. ഹാഫിദ് മോന്. ഹാഫിദ് മോൻ്റെ പേര് ഞാൻ മറന്നു. ഉസ്താദാണ്. ഞങ്ങളെ ഫോട്ടോഷൂട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പെണ്ണിന് എന്താ പറയാനുള്ളത്? പെണ്ണിന് പ്രത്യേകിച്ച് ഹാപ്പിയാണ്. ഹാപ്പിയാണ് അല്ലേ? ചെക്കനക്ക് എന്താ പറയുള്ളത്? ചെക്കനൊന്നും പറയാനില്ല. ഒന്നും പറയാനില്ല. ചെക്കൻ്റെ സ്നേഹിതക്ക് എന്താ പറയുള്ളത്? പിന്നെ നമ്മളെ ചെക്കൻ്റെ പരിപാടിയല്ലേ, ഉഷാറായില്ലേ? ഉഷാറായിട്ടുണ്ട് എന്നാ പറയുന്നത്. അപ്പോൾ അത്രയൊക്കെ തന്നെ നമുക്കും പറയുള്ളത്. ഞാൻ നല്ല ഫുഡ് അടിക്കണം. ഇവിടെ ഇപ്പോൾ നല്ലൊരു ആംബിയൻസ് ആയിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ടുണ്ട്. നല്ല ക്രൗഡ് ഉണ്ട്, നല്ല രസമായിട്ടുണ്ട് കേട്ടോ. പച്ചപ്പും ലൈറ്റും കാര്യങ്ങളും എല്ലാം കൂടിയായിട്ട് മണവാളൻ്റെ ഈ ഒരു സ്റ്റേജ് കണ്ടില്ലേ, നല്ല സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടെ ഒരു എൻട്രൻസ് ഉണ്ട്. ആ ഒരു വഴിയിൽ ഈ ഒരു വഴി നേരാണ്ട് പോയാൽ അങ്ങനെ ഒരു വഴിയുണ്ട് കേട്ടോ. പിന്നെ അതാ ഈ പുഴൻ്റെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്. അപ്പോൾ അതിൽ കൂടെ ഒക്കെ നമുക്ക് ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന അടിപൊളി സ്പോട്ടാണ്. പെണ്ണിനായിട്ട് മാറ്റി നിർത്തിയാണ് പാവം പുള്ളിക്കാരി പോസ്റ്റ്. അവിടെ ഭക്ഷണം കഴിക്കുന്ന പരിപാടി തകൃതിയായിട്ട് നടക്കുന്നു. ഇവിടെ കേട്ടോ വാഷ് ബേസ് വരുന്നത് തൊട്ടടുത്ത് തന്നെയാണ് പുഴ വരുന്നത്. പുഴൻ്റെ രാവിലത്തെ വ്യൂസ് എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ഭക്ഷണം കഴിക്കാനുള്ള ആൾക്കാർ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടുന്നതാ നല്ലൊരു ആംബിയൻസ്, നല്ല കാറ്റൊക്കെ ആയിട്ട്. അയ്യോ, അവിടെ ഫോട്ടോസ് കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരുത്തഎനിക്ക് വിശക്കുണ്ടെന്ന്. അങ്ങനെ നമ്മളിതാ ഫുഡ് കഴിക്കാൻ പോകാം കേട്ടോ. അവിടെ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളെല്ലാം തകൃതിയായി നടക്കുന്നു. ഇവിടെ കണ്ടില്ല, ഊഞ്ഞാലാട്ട തകൃതിയായിട്ട് നടക്കുന്നു. ഊഞ്ഞാലാടി തകർക്കുകയാണ്. ഇവിടെ ഫുഡ് അടിച്ച് തകർക്കുന്ന ടീമുകൾ കൊണ്ടിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ടാ, ഇവിടെ ഫുഡിൻ്റെ സെറ്റപ്പായിട്ടുണ്ട്. ബിരിയാണി ആണെന്നാണ് തോന്നുന്നു. ചിക്കൻ ബിരിയാണിയും സുർബിയാനി, അതാണ് സംഭവം കേട്ടോ. ഇവിടെ ഹായ്, എല്ലാവരും ഇതാ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഹായ്, ഫുഡ് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന അതും ടീമും. ഹായ്. അതല്ലേ സംഭവം? ഇത് ചിക്കനാണോ മട്ടനാണോ ബീഫ് അല്ലേ? ബീഫ് സുർബിയാനി. സുർബിയാൻ, ഞാനൊക്കെ എപ്പോഴും സുർബിയാനി എന്നാണ് പറയുന്നത്. ഇതാണ് ചിക്കൻ ബിരിയാണി. ചിക്കൻ്റെ പേരെന്താ? നജീബൊക്കെയാണ് ചെയ്യുന്നത്. ഇതാ ചിക്കൻ ഫ്രൈ ഉണ്ട് ഇവിടെ, ചിക്കൻ കൊണ്ടാട്ടം അവിടെ എടുത്തുകൊണ്ടിരിക്കുന്നു. അതാ ഫോണ് വൈഫിൻ്റെ അടുത്താന്ന്. ഫോണ് വൈഫിൻ്റെ അടുത്ത് കൊടുത്ത് പോന്നിരിക്കുന്നത്. എന്താ ചെയ്യലേ? ഞങ്ങളൊരു ഫോട്ടോ എടുക്കുമെന്ന് പറഞ്ഞ് വന്നാൽ ആൾക്കാരുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫോട്ടോ വീഡിയോ തെറ്റല്ലേ? ടാറ്റാ പോയിട്ട്.
ഹലോ മാമു തിന്നാ മാമുന്നാ. ഇതാണ് സലാസിൻ്റെ ഏട്ടൻ്റെ മോള് അല്ലേ? മോളല്ലത് സലാസിൻ്റെ അമ്മയാണ് ആ ബാക്കിൽ കൂടി വരുന്നത്. ഇവൻ എന്താ എൻ്റെ കുട്ടീനെ കാട്ടിങ്ങനെ നോക്കാൻ വേണ്ടി വന്നതാണിത്. വാവോ അച്ചടാ കൊടുകുടു ചക്കുടു. ഹലോ പാപ്പനെ നോക്കുകയാണ് കേട്ടോ. ഹലോ എന്താ പേര്? മോളെ പേരെന്തായിരുന്നു? ആര്? മിയ മോള്. അതാ നമുക്ക് ഇംഗ്ലീഷിൽ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ മഹഫൂദ എന്ന് പറയും. ഓക്കെ. സലാസിൻ്റെ ഏട്ടന് വാവ, അതേപോലെ തന്നെ ഭാര്യ, പിന്നെ സലാസിൻ്റെ കുട്ടി സലാസ്. ഫോട്ടോ എടുക്കാൻ സലാസിൻ്റെ ആകെയുള്ളൊരു പെങ്ങള്, ആകെയുള്ളൊരു മുത്തച്ഛി, ആകെയുള്ള ഭാര്യ സലാസ്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടാണ്. ഫുഡ് കഴിക്കുക, അവിടുത്തെ കുറച്ച് വീഡിയോസ് എടുക്കാന്നുള്ളതിൽ അങ്ങോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോണ്ട് സലാസി വിളിക്കുന്നു, ഇവിടെ ഫോട്ടോ എടുക്കാൻ ആളില്ല എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് തന്നെ വന്നിട്ടാണ്. ഇപ്പോൾ ഒരുവിധമൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത് ഇവർ എന്താ ചെയ്തിരിക്കുന്നതാണ് സാധനങ്ങൾ. ഒരു ഫോട്ടോഗ്രാഫർ വെച്ചിട്ടില്ലടാ, അതാണ് തെണ്ടിത്തരം ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ പെട്ട് ഞാനും അത് വിശന്നിരിക്കുകയാണ്. ഒരുവിധം എല്ലാവരും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഇപ്പോൾ ഫോട്ടോ എടുക്കലും ഒരുവിധം തീർന്നുണ്ട്. ഒരുവിധം എല്ലാവരും പോക്കും തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും ഇനി നമ്മളെന്താ പറയുക, നമുക്ക് ഫോട്ടോ കഴിക്കാൻ ടൈമായും തോന്നുന്നില്ലേ? ബെല്ലൈക്കണെ ക്ലിക്ക് ചെയ്തിട്ടില്ല എത്താം വീഡിയോ കാണാൻ. സലാസ് ഞങ്ങളെ കൂടെ ഭക്ഷണം കഴിക്കാൻ വരികയാണ്. ഏതാ സാധനം എന്ന് പറയും. പെണ്ണ് അവിടെ വെയിറ്റ് ചെയ്യുന്നത് ഫുഡ് കഴിക്കാതെ. ഇടയ്ക്ക് അവരെ കൂടെ ഫുഡ് കഴിക്കാൻ ഇരിക്കുകയും ഞങ്ങളെ കൂടെ ഇരിക്കൂല. ഇതേതാ സാധനം? ഇതാ ഇവിടെ ഫോട്ടോഗ്രാഫി ഭയങ്കര നടക്കുന്നുണ്ട്. ഹലോ ഹായ്. ഓക്കെ കാണട്ടോ. അപ്പോൾ അതാ സലാസ് ഫുഡ് കഴിക്കാൻ ഞങ്ങളെ കൂടെ പതുക്കെ അവിടെ നിന്ന് വലിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞങ്ങളേതായാലും അവനെ ഞങ്ങളെ കൂടെ ഇരുത്തില്ല. പിന്നെ അതെ സലാസിൻ്റെ കൂടെ അവളെ കൂടെ ഇരിക്കേണ്ടത്, ഇവന് ഞങ്ങളെ കൂടെ വന്നിരുന്നേ. കഴിച്ചോ? അതാ പിന്നെ ഈ അവരെ കൂടെ ഇരിക്കുക. ഞങ്ങൾ ഏതായാലും ഇവിടെ ഇരിക്കാം. നമ്മളിതാ രണ്ടാമതും കൈ കഴുകിയിട്ടുണ്ട്. ഇതിലെങ്കിലും ചോറ് കിട്ടിയാൽ മതിയായിരുന്നു. ഇനി ചിലപ്പം ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും ഉണ്ടെന്നുണ്ട് അവിടെ പോകേണ്ടി വരും. ഒരുവിധം എല്ലാവരും തീർന്നിട്ടുണ്ട്, ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ ഊഴാണ്, ആംബിയൻസാണ് ഉണ്ടാകും. അപ്പോൾ ഇതാ ഞാനും നമ്മളെ ചങ്കായിട്ടുള്ള അതും ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. ഇനി കുറച്ച് പെണ്ണുങ്ങളും കൂടി ഉണ്ടെന്ന് പറഞ്ഞ് ഏതായാലും നമ്മളിവിടെ ഇരുന്നിട്ടുണ്ട്. ഇതിൻ്റെ പേരെന്തായിരുന്നു? സുർബിയാനോ ആനയാണോ മുയലാണോ എന്ന് അറിയില്ല. ഇതാ നല്ല ചിക്കൻ പൊരിച്ചതുണ്ട് കേട്ടോ. ചിക്കൻ ഫ്രൈ ഉണ്ട്. കിട്ടുന്നില്ലല്ലോ. വീഡിയോക്ക് വേണ്ടിയിട്ടാണ് 2 പീസ് ഇട്ടാണ്. അടിപൊളി. സലാസിന് നല്ല സ്നേഹം കേട്ടോ. തിരക്കിൻ്റെ ഇടയിൽ ഞങ്ങളോട് വന്ന് ഫുഡ് എല്ലാം ട്രൈ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം അതേപോലെ തന്നെ ഞങ്ങളെന്തായാലും കഴിക്കും. സലാസിന് നന്നായിട്ട് വിശക്കുണ്ട്. പക്ഷെ പെണ്ണൊറ്റക്കാവുന്നുള്ളതിൽ നമ്മൾ പറഞ്ഞാൽ അവളെ കൂടെ ഇരിക്കാം. ടേബിള് ഫുള്ളായിട്ടാണ്. കുറച്ച് ആൾക്കാരും കൂടി ഇരിക്കാണ്ടിരുന്നു, അവരും കൂടി ഇരുന്നു. എൻ്റെ അഭിപ്രായം ചോദിക്കാൻ വന്നിട്ടുണ്ട് ഒരാളാണ്. ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ നിന്ന് ചോദിക്കുകയാണ് ഏതാണ് ഞാൻ കഴിക്കേണ്ടതെന്ന്. എങ്ങനെയുണ്ട് ഫുഡ്, എങ്ങനെയുണ്ടെന്ന്. എല്ലാവർക്കും ഫുഡ് ഇഷ്ടമായിട്ടുണ്ട്. അടിപൊളി ഫുഡാണ്. പിന്നെ എല്ലാം അടിപൊളി. ശരിക്കും ഒരു പെങ്ങള് ഇതൊന്നും മതി. എന്തിനാ കുറച്ച് കൂടുതൽ പാവാട്ടാ. നല്ല മൈസൂർ പാക്ക് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം തീർന്നു. എൻ്റെ ഫ്രണ്ട് സലാസിൻ്റെ ഈ ഒരു എൻഗേജ്മെൻറ്റിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. അടിപൊളി ഒരു ആംബിയൻസിൽ, അടിപൊളി ഫുഡിൽ, അടിപൊളി ഒരു സെറ്റപ്പിലാണ് ഈ ഒരു എൻഗേജ്മെൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോസുമായി വരുന്നവരെ ഓക്കെ ബൈ.
ഓക്കെ എന്നാൽ അസ്സലാമു അലൈക്കും ബൈ കാണാം.